ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വല്ലാതെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് കേട്ടോ. എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇത്രയും കാലം. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മളെ ഉണ്ടല്ലോ, പിന്നെ നോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോട്ടുകളൊക്കെ അപ്പൊ അതിൽ ഇങ്ങനെ അക്ഷരങ്ങൾ ഉണ്ടാവും കേട്ടോ. കുറച്ച് അക്കങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതിൽ കണ്ടോ, ലാസ്റ്റ് ആണ് ഈ 7, 8, 6 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭാഗ്യമുള്ളതാണ്. അല്ലെങ്കിൽ ഫസ്റ്റിൽ വന്നാലും വേണ്ടില്ല, തുടക്കത്തില് 7, 8, 6 എന്ന് വന്നിട്ട് പിന്നെ തുടങ്ങുക വെച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റിൽ എൻഡ് ചെയ്യണോടത്തും 7, 8, 6 എന്ന് വെച്ചാൽ നോട്ടില് നമുക്ക് കുഴപ്പമില്ല. എങ്കിൽ ഭാഗ്യമാണ് കേട്ടോ. ആ നോട്ട് നമ്മൾ പേഴ്സിലോ കയ്യിലോ ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ആർക്കും കൊടുക്കരുത്. ഇത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഒരു ജാതിക്കും ഭേദമില്ല കേട്ടോ. അവരൊക്കെ അതിൽ ഒരുപാട് വിശ്വസിച്ച് വരുന്നുണ്ട് ഈ നോട്ടിന്റെ ഈ അക്ഷരത്തില്. പിന്നെ നമ്മൾ ഈ വണ്ടി വാങ്ങണവരൊക്കെ ഈ നമ്പറിന് വേണ്ടിയിട്ട് പരക്കം പായുന്നുണ്ട്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യാണ്. ഈ മൊബൈൽ നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഇങ്ങനെ 7, 8, 6, വണ്ടി, കാറിന്റെ, ബൈക്കിന്റെ ഒക്കെ നമ്പർ ഇങ്ങനെ ലാസ്റ്റ്, ബസ്സിന്റെ ഒക്കെ ഇങ്ങനെയാണെങ്കിൽ നല്ല ഭാഗ്യമാണ് അത്. അപ്പൊ നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ നമുക്ക് അറിയാതെ നോട്ട് വന്നു പോയിട്ടുണ്ടായിരിക്കും, നമ്മളിത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതേപോലെ ലോട്ടറി എടുക്കുമ്പോൾ ഒരു കുറി ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലോട്ടറി വിൽക്കുമ്പോൾ ഒരു ലോട്ടറിക്ക് ഭാഗ്യം അടിച്ചത് ഈ നമ്പർ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഈ ലാസ്റ്റ് ഈ നമ്പർ വന്നതായിരുന്നു അത്രേ. ഈ അമ്പലത്തിന്റെ അവിടെ ഒരാള് ലോട്ടറി വിൽക്കുന്നുണ്ടേ. അമ്പലത്തിൽ തൊഴുകാൻ പോയത്. അപ്പൊ അന്ന് നറുക്കെടുപ്പൊക്കെയാണ്. അപ്പൊ ഈ നമ്പറാണ് അവർക്ക് ഭാഗ്യം അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നമ്പർ എന്തിനും നല്ലതാണ്. ഇത് നമ്മളെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ ഇത് വിശ്വസിച്ച് വരുന്നുണ്ട്. എനിക്കിത് നിശ്ചയുണ്ടായിരുന്നില്ല. നോട്ടൊക്കെ നമ്മളെ അടുത്ത് വന്നു പോകുന്നുണ്ടാവും. എനിക്കിത് നോട്ട് കാണിച്ചു തരണമെങ്കിൽ ഇല്ല, എൻ്റെ കയ്യിലില്ല. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിത് യാദൃശികമായിട്ടൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ കണ്ടത്. അപ്പോഴാണ് എനിക്ക് അബദ്ധം തോന്നിയത്. ഈശ്വര, ഈ നമ്മുടെ അലമാരയിൽ നിന്നൊന്നും പൈസ ഒഴിയുന്നുണ്ടാവും അല്ലെ. ആൾക്കാർ എന്തെന്നെ ആയാലും വർക്കത്ത് കിട്ടണില്ല നമുക്ക് അല്ലെ. വരുന്നു പോണു, നമ്മള് ചക്രം തന്നെ ആകും അല്ലെ. നമ്മളെ കയ്യിൽ കൂടെ ഒരു വഴി കൂടെ ഇങ്ങനെ പല വഴി കൂടെ വരുന്നുണ്ടാവും. പക്ഷെ അത് നിലനിൽക്കാതെ ഇങ്ങനെ ഏതോ വഴി കൂടെ ഇറങ്ങി പോണു അല്ലെ. പൈസ ഒന്നുമില്ല, നമ്മൾ കുറച്ച് പൈസ സ്വരുക്കൂട്ടി ബാഗിൽ വെച്ച് വെക്കുക. അപ്പോഴേക്കും ഒരു കുട്ടിക്ക് ജലദോഷമോ പനിയോ വന്നാൽ മതി, നമ്മളെ പൈസ അങ്ങനെ ചിലവായി പോയില്ല, ഒരു വർക്കത്ത് കിട്ടണില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്തോളൂ കേട്ടോ. നമ്മളെ കയ്യിൽ ഇപ്പൊ ഈ നോട്ട് ഉണ്ടായിക്കോളണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പച്ച മഷി കൊണ്ട് എഴുതിയിട്ടേ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വെള്ള കടലാസ് എടുക്കുക സമചതുരത്തില്. എന്നിട്ട് ഇങ്ങനെ പച്ച മഷി കൊണ്ട് തന്നെ എഴുതണം. എന്തിനും പച്ചയ്ക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നെഗറ്റീവ് എനർജി കറുപ്പൊക്കെ എടുത്താൽ കേട്ടോ, അതൊരിക്കലും എടുക്കരുത്. കറുപ്പ് നിങ്ങൾ ഒന്നിനും എടുക്കരുത്. ഇനി പച്ച ഇല്ലാത്തവന് നീല വേണമെങ്കിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ എന്തിനും പച്ച തന്നെയാണ് കേട്ടോ പോസിറ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇങ്ങനെ കടലാസിൽ എഴുതിയിട്ടേ നമ്മളെ വീട്ടിലത്തെ പൈസ ഇട്ടേക്കണ ബാഗ് ഉണ്ടാവുമല്ലോ, ആ ബാഗില് അല്ലെങ്കിൽ ഇപ്പോൾ പാത്രമാണെങ്കിലും വേണ്ടില്ല, പേഴ്സ് ആണെങ്കിലും വേണ്ടില്ല, അതിലിങ്ങനെ നിങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് അത് ആർക്കും ഒന്നും അത് കാണൂല കണ്ടോ. അങ്ങനെ നാലാക്കി മടക്കിയിട്ട് നമ്മളെ പേഴ്സിന്റെ ഉള്ളിൽ ഇത് സുരക്ഷിതമായിട്ട് എപ്പോഴും വെക്കാം. ഇത് കടലാസ് ആവുകൊണ്ടേ നിങ്ങൾക്ക് ഇത് കത്തിച്ച് കളയൊന്നും വേണ്ട, ഏത് കാലത്തൊന്നും വെക്കാം. ഇതിങ്ങനെ നാലാക്കി മടക്കി കുറേ ദിവസം കഴിഞ്ഞ് ചുരുണ്ട് പൊട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പുതിയൊരു കടലാസിൽ ഇങ്ങനെ പച്ചമഷി കൊണ്ട് ഇതേപോലെ അക്ഷരം എഴുതി വെക്കാം. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഒക്കെ ഇടുന്നില്ലേ, ആ സമയത്തിൽ നമ്മൾ കണ്ട വേറൊരു കടലാസിൽ നമ്മൾ ഇങ്ങനെ എഴുതി കൈ പിടിക്കണം കേട്ടോ. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട്, നമുക്ക് പൈസയാണോ വേണ്ടച്ചാ അത് നമുക്ക് എന്താണോ വീട്ടിലേക്ക് ആഗ്രഹം, നമ്മൾ ഭഗവാനോട് കുറെ ആഗ്രഹങ്ങൾ പോയി പറയാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും പോണത്. ആ സമയത്ത് നമ്മൾ ഇത് ആഗ്രഹം പറഞ്ഞിട്ട് നമ്മളെ 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞിട്ടേ ഇത് ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുക. എങ്കിൽ അത് പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അപ്പോൾ ഭഗവാൻ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. കാരണം നമ്മൾ ഈ പച്ചമഷി കൊണ്ടാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് കേൾക്കണോ, ലക്ഷങ്ങള് നമ്മൾ 500 രൂപയുടെ നോട്ടിലാണ് ഇതെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില മുതലാളിമാരൊക്കെ, നമുക്ക് വെളിപ്പെടുത്താൻ പാടില്ല പേരട്ടോ, അവരുടെ കയ്യിൽ ഇത് ഏത് കാലത്തും പേഴ്സിലുണ്ടാവും ഈ അക്ഷരത്തിന്റെ ഈ അക്കം വരുന്നത് ലാസ്റ്റോ ഫസ്റ്റോ ആയിട്ടുള്ളത് അവരുടെ കയ്യിൽ ഏത് കാലത്തും ഉണ്ടാവും. അപ്പൊ അവര് 500 രൂപയുടെ നോട്ടിനായാലും അവര് 10,000 രൂപയെ കൊടുക്കണത്. കാരണം എന്താ, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്താ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നമ്മളെ പിന്നെ ബാഗിലാണെങ്കിലും വേണ്ടില്ല, പേഴ്സിലാണെങ്കിലും വേണ്ടില്ല, എന്തിലാ നമ്മൾ പണിട്ടെ
അയക്കണം വെച്ചാൽ അതിൽ പണം വന്ന് നിറയുന്നുണ്ട്. അതിനൊരു ഐശ്വര്യമാണ് അത്രേ. എനിക്കിപ്പോൾ അത് അറിയിച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ കയ്യിൽ നോട്ട് ഉണ്ടാവുമോ എനിക്ക് അറിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് അറിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ വെച്ചിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ, അറിയാത്ത കാര്യം 10 ആൾ അറിയട്ടെ. ചിലവരുണ്ട് കേട്ടോ യൂട്യൂബിൽ, നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുള്ള യൂട്യൂബ് വീഡിയോ ആയിരിക്കാം, പക്ഷെ നമ്മളെ ഭൂമിയിൽ എത്ര ജനങ്ങളെ താമസിക്കണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. കോടാനുകോടികൾ ജനങ്ങൾ നമ്മളെ കണക്ക് കൃത്യം പറഞ്ഞുതരാൻ അറിയാനിട്ടാണ് നമ്മളിപ്പോ ഈ യൂട്യൂബ് വീഡിയോ അമേരിക്ക, ലണ്ടൻ അങ്ങനെ ദൂരെ ദിക്കിലുള്ളവർ കാണുന്നുണ്ട് അല്ലേ, ഗൾഫ് രാജ്യങ്ങളില്. അല്ലാതെ നമ്മൾ ഈ താമസിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ ഉള്ളവർ മുഴുവൻ അത് കാണുകയാണ് കേട്ടോ. അപ്പൊ ഒരാളുടെ വീഡിയോ നമുക്കതൊരു ഫലം കിട്ടിയിച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഫലം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ മറ്റവൻ്റെ കോപ്പി അടിച്ചു അങ്ങനെയൊക്കെ ചിലവർ ചോദിക്കൂട്ടോ, നമ്മളെല്ലാം അറിയണോന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ മരണം വരെ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അഹങ്കാരം നമുക്ക് പാടില്ല. എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിത്തം എന്നും നിർത്തണോ അന്ന് മുതൽക്ക് നമുക്ക് നാശമാണ്. അപ്പൊ എന്നും നമ്മളെ ഒരു വിദ്യാർത്ഥി ആയിട്ട് തന്നെ വേണം. അപ്പൊ നമുക്ക് വേറൊരാൾക്ക് അറിയുന്ന കാര്യം നമ്മൾക്ക് കാണുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പരസ്പരം ഇത് ഷെയർ ചെയ്യും വേണം. ഇത് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. ഇതൊരു നുണ പറഞ്ഞുണ്ടാക്കണ കാര്യമല്ല, പക്ഷെ ഇങ്ങനെ ഇത് സത്യസന്ധമായ കാര്യമാണ് കേട്ടോ. ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നമ്പർ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണവരെ. ഞാൻ ലോട്ടറി എടുക്കലൊന്നും പതിവില്ല. ലോട്ടറി എന്നോട് ഇങ്ങനെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവില്ല ആൾക്കാർ, ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചേച്ചി എടുത്തോളൂ അല്ലെങ്കിൽ അമ്മ എടുത്തോളൂ പറഞ്ഞിട്ട് വരലുണ്ട്. ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഇനി നോക്കണം ഒരു പ്രാവശ്യം ഈ നമ്പറുള്ള ലോട്ടറി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും എടുക്കണമെന്നുണ്ട്. പക്ഷെ സത്യമായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയോ ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഇത് എല്ലാവരിലേക്ക് ഈ വിവരം ഞാൻ തന്നത് സത്യസന്ധമായ കാര്യമുണ്ട്, എല്ലാവരും ചെയ്തോട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ ഇത് ആരും മറക്കരുത്. ഈ നമ്പർ എഴുതി പേഴ്സിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കുക, വൃത്തിയോട് കൂടിയിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോഴും ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ ആഗ്രഹം പറഞ്ഞിടുക. അപ്പൊ എല്ലാവർക്കും എല്ലാ ആഗ്രഹവും നടക്കും കേട്ടോ. 100% സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കണം. എനിക്ക് പൈസ കിട്ടട്ടെ, വേറ്ററിന് കിട്ടണം അങ്ങനെ ആരും കരുതരുത് മക്കളെ. ആർക്കും ഉണ്ടായി എന്താ, എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണില്ല, ജനിച്ചു വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. ഈ ഇടയിൽ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കണ്ടേ. എല്ലാവരും സമൃദ്ധരായിട്ട് നന്നായി ജീവിക്കട്ടെ. അത് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ അത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതിലൊന്നും അമർത്തിക്കോളൂ. എങ്കിൽ അമ്മ ഇടണം ഇങ്ങനത്തെ പുതിയ അറിവുകൾ. എനിക്ക് കിട്ടിയ അറിവുകൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുകൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കും. അഹങ്കാരം എനിക്ക് എന്നുമില്ല, കാരണം ഞാൻ എന്നും പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓരോ പുതിയ അറിവുകൾ കണ്ടാൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. എനിക്കറിയണ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ എൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ, ഇനി എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ചില അറിവുകൾ ഇനി കുട്ടിക്കാലത്തുള്ളതും ഉണ്ട്. ഒരു ദിവസം ഒരു വീഡിയോ ആണ് ഇടുന്നുള്ളൂ. അപ്പം ഞാൻ മുടിയുടെ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക്, അത് കാരണം ഇങ്ങനത്തെ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരും അടുത്ത് തന്നെ. അപ്പോൾ അതുവരേക്കും ബൈ.